നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ അടുത്ത് രാജ്യത്തെ മുഴുവൻ നടുക്കിയ സിയ എന്ന് പറയുന്ന പെൺകുട്ടി തന്റെ കാമുകനോടൊപ്പം ചേർന്ന് പ്രതിശ്രുത വരനെ കൊക്കയിലേക്ക് തള്ളിയിട്ട് നടത്തിയ കൊലപാതകം. ആ വാർത്തകൾ നമ്മളെല്ലാവരും കണ്ടതാണ്. അതായത് കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞു, ഇനി വിവാഹത്തിന് കുറച്ച് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. ഇരു വീട്ടുകാരും വിവാഹ ഒരുക്കങ്ങളൊക്കെ തന്നെ നടക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ സിയ എന്ന് പറയുന്ന 20 വയസ്സ് മാത്രം പ്രായമുള്ള ഈ ഒരു പെൺകുട്ടി കാമുകനോടൊപ്പം ചേർന്ന് ഈ യുവാവിനെ കൊക്കയിലേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തിയത്. ഒരു അപകട മരണമാണെന്ന് വരുത്തി തീർക്കാനുള്ള ഈ ഒരു ശ്രമം പോലീസ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അതിന്റെ സത്യാവസ്ഥ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇത്തരത്തിൽ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, അതായത് ഭർത്താവിനെ ഒഴിവാക്കാൻ, കാമുകനെ ഒഴിവാക്കാൻ, വിവാഹം കഴിക്കാൻ പോകുന്ന പുരുഷനെ ഒഴിവാക്കാനൊക്കെ തന്നെ കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന വാർത്തകൾ വളരെ നടുക്കത്തോടെയാണ് നമ്മൾ കേൾക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ടും യുവാവ് പാമ്പുകടി ഏറ്റു മരിച്ചതിൽ ഭാര്യയും ആൺസുഹൃത്തും അറസ്റ്റിലായിട്ടുണ്ട് എന്നുള്ള നടുക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. യുവാവിനെ പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞതിനെ തുടർന്നാണ് ദാമിനി പവാർ എന്ന യുവതിയെയും ആൺസുഹൃത്ത് തുഷാർ കുമാറിനെയും പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മീററ്റിലാണ് സംഭവം നടക്കുന്നത്. മീററ്റിലെ ഹസ്തിനാപുരി സ്വദേശി അതുൽ പവാറിന്റെ 35 വയസ്സാണ്. അതുൽ പവാറിന്റെ മരണത്തിലാണ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പോലീസ് ചുരുളഴിച്ചത്. വീട്ടിൽ നിന്നും പാമ്പുകടിയേറ്റ് വെള്ളിയാഴ്ച രാവിലെയാണ് അതുൽ പവാറിനെ അടുത്തുള്ള കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലേക്ക് കൊണ്ടുപോയത്. പിന്നീട് മരിച്ചതായി സ്ഥിരീകരിച്ചു. കിടപ്പുമുറിയിൽ നിന്നാണ് പാമ്പ് കടിച്ചതെന്നും രാവിലെ എഴുന്നേറ്റപ്പോൾ അതുലിനെ അബോധാവസ്ഥയിൽ കണ്ടെത്തുകയായിരുന്നുവെന്നാണ് ഭാര്യ പോലീസിനോട് പറഞ്ഞത്. കട്ടിലിൽ പാമ്പിനെ കണ്ട് യുവതി നിലവിളിച്ചതോടെ അയൽക്കാർ ഓടിയെത്തുകയും പാമ്പിനെ അടിച്ചു കൊല്ലുകയുമായിരുന്നു. അതുലിന്റെ മരണത്തിൽ പക്ഷേ സംശയം പ്രകടിപ്പിച്ച് കുടുംബ രംഗത്തെത്തിയതോടെയാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. ദാമിനിയും അതുലും 7 വർഷം മുമ്പ് പ്രണയിച്ച് വിവാഹിതരായവരാണ്. ഇരുവരും നടത്തിയിരുന്ന പ്ലേ സ്കൂളിലെ ഡ്രൈവറാണ് അറസ്റ്റിലായ തുഷാർ. ദാമിനിയുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോഴാണ് തുഷാറുമായുള്ള ബന്ധം വ്യക്തമായത്. സംശയം തോന്നിയ പോലീസ് തുഷാറിന്റെ ഫോൺ പരിശോധിച്ചപ്പോൾ അതിൽ പാമ്പിന്റെ ഫോട്ടോകൾ കണ്ടെത്തുകയായിരുന്നു. ദാമിനിയുടെ പ്രേരണയിൽ തുഷാറാണ് പാമ്പിനെ ഉപയോഗിച്ചുള്ള കൊലപാതകം ആസൂത്രണം ചെയ്തതെന്നാണ് പോലീസ് പറയുന്നത്. തുഷാറാണ് പാമ്പാട്ടികളിൽ നിന്നും പാമ്പിനെ വാങ്ങിയത്. അതുലിന്റെ പേരിലുള്ള ഇൻഷുറൻസ് തുക കൈക്കലാക്കിയ ശേഷം ദാമിനിക്കും തുഷാറിനും ഒരുമിച്ച് ജീവിക്കാനായിരുന്നു പദ്ധതി. ഇതിനു മുമ്പായി തുഷാർ ഭാര്യയിൽ നിന്ന് വിവാഹമോചനം നേടാനും പദ്ധതിയിട്ടിരുന്നു. കേസിൽ 2 പാമ്പാട്ടികളെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്വാഭാവിക പാമ്പുകടിയേറ്റുള്ള മരണം എന്ന് വരുത്തി തീർത്ത് 20 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാനും ഒപ്പം ജീവിക്കാൻ തടസ്സമായി നിന്ന ഭർത്താവിനെ ഒഴിവാക്കാനും വേണ്ടിയാണ് ഭാര്യയും കാമുകനും ചേർന്ന് ഈ ക്രൂരകൃത്യം ആസൂത്രണം ചെയ്തത്. കൊല്ലപ്പെട്ട അതുൽ കുമാർ പൻവാർ ഹസ്തിനാപുരിയിലെ ഒരു പ്ലേ സ്കൂൾ നടത്തി വരികയായിരുന്നു. അതുലിന്റെ ഭാര്യ ദാമിനി, ഇവരുടെ സ്കൂളിലെ ബസ് ഡ്രൈവറും ദാമിനിയുടെ കാമുകനായ തുഷാർ കുമാർ, പാമ്പ് പിടുത്തക്കാരനായ സോനു ഉദയ് കുമാർ എന്നിവരാണ് കേസിലെ പ്രതികൾ. പാമ്പിനെ എത്തിച്ചു നൽകിയതിന് സോനു ഉദയ് കുമാർ എന്നിവർക്ക് 5 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തിരുന്നു. വ്യാഴാഴ്ച രാത്രിയാണ് നാടിനെ നടുക്കിയ കൊലപാതകം നടന്നത്. ദാമിനിയും അതുലും പ്രണയിച്ച് വിവാഹം കഴിച്ചവരായിരുന്നു. എന്നാൽ സ്കൂൾ തുടങ്ങിയതിനു ശേഷം ഡ്രൈവറായ തുഷാറുമായി ദാമിനി പ്രണയത്തിലായി. തുടർന്ന് ഇരുവരും ചേർന്ന് അതുലിനെ കൊലപ്പെടുത്താൻ പദ്ധതി ഇടുകയായിരുന്നു. രാത്രി ദാമിനി ഭർത്താവ് അതുലിന് കുടിക്കാൻ നൽകിയ പാലിൽ ഉറക്ക ഗുളിക കലർത്തി നൽകി. പാൽ കുടിച്ച് അതുൽ ബോധരഹിതനായി. അതുൽ ഉറങ്ങിയെന്ന് ഉറപ്പാക്കിയ ദാമിനി കാമുകൻ തുഷാറിനെ വിവരമറിയിച്ചു. തുഷാർ പാമ്പ് പിടുത്തക്കാരായ സോനു ഉദയ് എന്നിവർക്കൊപ്പം അതിമാരക വിഷമുള്ള വെള്ളിക്കെട്ടൻ പാമ്പുമായി അതുലിന്റെ വാടക വീട്ടിലെത്തി. പ്രതികൾ ഉറങ്ങിക്കിടന്ന അതുലിന്റെ പുതപ്പിനുള്ളിലേക്ക് പാമ്പിനെ തുറന്നുവിട്ടു. പാമ്പ് അതുലിന്റെ കയ്യിലും കാലിലും കടിച്ചതോടെ വിഷമുള്ളിൽ ചെന്ന് അതുൽ മരണപ്പെട്ടു. തുടർന്ന് ദാമിനി 6 വയസ്സുകാരന മകനെയും കൂട്ടി മറ്റൊരു മുറിയിലേക്ക് മാറിക്കിടന്നു. രാവിലെ ചായ കൊടുക്കാൻ മുറിയിൽ ചെന്നപ്പോൾ അതുൽ അബോധാവസ്ഥയിലാണെന്നും കട്ടിലിൽ പാമ്പുണ്ടെന്ന് ദാമിനി നാട്ടുകാരെ വിളിച്ചു പറഞ്ഞു. നാട്ടുകാർ ഓടിക്കൂടി കട്ടിലുണ്ടായിരുന്ന പാമ്പിനെ തല്ലിക്കൊല്ലുകയും അതുലിനെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തെങ്കിലും ഡോക്ടർമാർ മരണം സ്ഥിരീകരിച്ചു. അതുലിന്റെ മരണത്തിൽ സംശയം തോന്നിയ പിതാവ് അജാബ് സിംഗ് പോലീസിൽ പരാതി നൽകുകയും പോസ്റ്റ്മോർട്ടം വേണമെന്ന് നിർബന്ധം പിടിക്കുകയും ചെയ്തു. മീററ്റ് SSP അവിനാഷ് പാണ്ഡെയുടെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത്. ഇതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള തെളിവ് ഇവരുടെ മൊബൈൽ ഫോണുകളിൽ നിന്നാണ് ലഭിച്ചത്. മൊബൈൽ ഫോണുകൾ പരിശോധിച്ചതിൽ നിന്നാണ് ഇരുവരും തമ്മിൽ നിരന്തരം ബന്ധപ്പെട്ടിരുന്നതായി കണ്ടെത്തിയത്. കാമുകൻ തുഷാറിന്റെ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോൾ പെട്ടിയിൽ അടച്ചുവെച്ച പാമ്പിന്റെ ചിത്രങ്ങളും പോലീസിന് ലഭിച്ചു. ഇതോടെ ചോദ്യം
ജയിലിലാണ് പ്രതികൾ കുറ്റം സമ്മതിച്ചത്. 20 ദിവസം മുമ്പ് തുഷാർ കാർ ഇടിച്ച് അതുലിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നതായി പോലീസ് കണ്ടെത്തി. അന്ന് ഹെൽമറ്റ് ധരിച്ചിരുന്നത് കൊണ്ട് മാത്രമാണ് അതുൽ രക്ഷപ്പെട്ടത്. അന്ന് പോലീസിൽ പരാതിപ്പെടരുതെന്ന് അതുലിനെ നിർബന്ധിച്ചതും ദാമിനിയായിരുന്നു. ഏതായാലും കുറച്ച് കാലങ്ങളായിട്ട് ഇത്തരത്തിൽ ഭർത്താവിനെ ഒഴിവാക്കാനായിട്ടുള്ള ആസൂത്രണ ശ്രമങ്ങളായിരുന്നു കാമുകനുമായി ചേർന്ന ദാമിനി എന്ന് പറയുന്ന യുവതി നടത്തിക്കൊണ്ട് വന്നിരുന്നത്. ഒടുവിൽ പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് കൊല്ലുന്ന അതിക്രൂരമായിട്ടുള്ള കൊലപാതക രീതിയാണ് ഇവർ തിരഞ്ഞെടുത്തത്. തീർച്ചയായിട്ടും ഇത് വളരെ നടുക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. പലതരത്തിലുള്ള കൊലപാതകങ്ങളാണ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസവും ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അമ്പലത്തിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ ഭർത്താവിനെയും കുഞ്ഞിനോടൊപ്പം പോയി കാമുകനെ വഴിയിൽ നിർത്തി, പിന്നീട് ഒരു വണ്ടി ബാഗ് താഴെ ഇട്ടപ്പോൾ അവിടെ വണ്ടി നിർത്തിയ ഭർത്താവിനെ അതിക്രൂരമായി കാമുകൻ വെട്ടിക്കൊല്ലുന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു. അതിലും ഭർത്താവ് കൊല്ലപ്പെട്ടു. സ്വന്തം കുഞ്ഞിനും ഭാര്യയ്ക്ക് മുൻപിൽ വെച്ചായിരുന്നു ഇത്തരത്തിലുള്ള ഒരു ക്രൂരകൃത്യം കാമുകനും യുവതിയും ചേർന്ന് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത്.